ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു 2 പിടി, ഇതിപ്പോൾ ഞാനൊരു 3 കുറ്റി പുട്ടുക്കുള്ള അളവാണ് കേട്ടോ പറയണത്. അപ്പോൾ ഒരു 2 പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ 2 പിടി എത്രയാണോ അങ്ങനെ ആണ് ഞാൻ ഒരു അളവ് എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ഞാൻ മെഷറിംഗ് കപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഇത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ കൂടുതലോ കുറവോ ഒക്കെ ഇടാം കേട്ടോ. അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കളറ് ചേഞ്ച് ആവുമൊന്നും വേണ്ട, ഒന്നിങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ അത് അതിലേക്ക് തന്നെ ഒരു ക്യാരറ്റാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലിയൊരു ക്യാരറ്റ്, അതൊന്ന് ഗ്രേറ്റർമെന്ന് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് നെയ്യിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കയ്യിലാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതേമാതിരിയൊക്കെ ഇളക്കിയെടുക്കാൻ കേട്ടോ. 2 എണ്ണം ഉണ്ട്. ഒന്ന് നമ്മൾ സാധാ കയ്യിൽ മയത്ത ഒരു കയ്യിൽ തന്നെയാണ്, നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സിലിക്കോണിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ കയ്യേറ്റ് ഇങ്ങനെ ചുരണ്ടി എടുക്കുമല്ലോ, അതേമാതിരത്തൊക്കെ ഉപകാരം നടക്കണം നല്ലൊരു കയ്യിലിട്ട്. അപ്പോൾ 2 എണ്ണമാണ് ഉള്ളത്. 90 രൂപയായിട്ടുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അപ്പോൾ അതായിട്ടാണ് ഞാനൊന്ന് ഇളക്കി നോക്കിയതാണ്, സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. പഞ്ചസാര മെൽറ്റ് ആവുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളത് പാൽപ്പുട്ട് എന്നല്ല പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് അങ്ങോട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3 കുറ്റി പുട്ടക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി നല്ല കറക്റ്റാണ് കേട്ടോ. പഞ്ചസാരയും പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വീതം ഇട്ടാൽ മതി. അങ്ങനെ ഇട്ടാൽ നല്ല കറക്റ്റാട്ടോ. പിന്നെ ഞാൻ പുട്ടുപൊടി നനക്കണം അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാവർക്കും അറിയണ സംഭവമാണ്. എല്ലാ വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിലും പുട്ടുപൊടി എങ്ങനെയാണ് നനക്കുക എന്നുള്ളത് അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്ത് കണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞാനിത് നമ്മളെ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ അതിന് പുട്ടുപൊടി നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കയ്യേറ്റൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കണ്ടാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ സാധാ പുട്ടുപൊടി എങ്ങനെയാണോ റെഡിയാക്കണം അതേപോലെ തന്നെ. അതിന് നമ്മൾ ചോറ് ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ പുട്ടുപൊടി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ എങ്ങനെയാണോ പുട്ടുപൊടി ഉണ്ടാക്കണത് അത് ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇതേമാതിരത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ ഈ പാൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് വാരി വലിച്ച് വിശദീകരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്യുക നമുക്ക് ടൈമൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ അതേമാതിരി ഒരു നേരെ ചൂടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുത്തപ്പോൾ. അതാണ് ഞാൻ കയ്യിലേറ്റൊന്ന് ഇളക്കി കൊടുത്തത്. പിന്നെ നമ്മൾ പുട്ടുപൊടി എങ്ങനെയാണോ നനച്ചെടുക്കുക കയ്യേറ്റ്, അതേമാതിരി തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അത്രേ പരിപാടിയുള്ളൂ കേട്ടോ ഈ പാൽപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുട്ടുപൊടിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളെ തേങ്ങയും ഈ ക്യാരറ്റിൻ്റെ മിക്സ് എത്തണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കട്ടൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. ഇത് നനച്ചെടുക്കണ നേരം കൊണ്ട് തന്നെ ഞാൻ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കുറ്റിയിൽ 2 പുട്ട് വീതമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ പുട്ടാക്കിയിട്ട് ഉണ്ടാക്കിയാലാണ് കാണാനൊരു ഭംഗി. അതുകൊണ്ട് ഞാൻ 2 പുട്ട് തോനെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സ് വാരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കണ മാതിരി തന്നെ ആവി കൊള്ളിച്ച് കൊണ്ട് എടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ആയി വരുമ്പോഴത്തേന് തന്നെ നല്ലോണം ആവി വന്നിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അത്രയേ ഉള്ളൂ ഈ എന്താ പറയുക ഈ പാൽപ്പുട്ട് ഉണ്ടാക്കാനുള്ള കേട്ടോ. ഇത് നമുക്ക് പപ്പടം കൂട്ടി കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ പഴമൊന്നും കൂട്ടി കഴിച്ചിട്ടില്ല കേട്ടോ. പപ്പടം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ്.
പപ്പടം ഇട്ടാൽ ചിലപ്പോൾ ചെറുപഴം കൂട്ടിയാലും ഇതേമാതിരത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഉള്ള സംഭവം വെച്ചിട്ട് ഞാൻ കൂട്ടി നോക്കിയതാണ്. പപ്പടം വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാതെ ഇത് കഴിച്ച് നോക്കിയിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നുമില്ലാതെയും കഴിക്കാൻ. വെറുതെ സ്പൂണായിട്ട് ഇങ്ങനെ കോരി തിന്നുമ്പോൾ ആ പഞ്ചസാരൻ്റെയും പാൽപ്പൊടിൻ്റെയും തേങ്ങൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ അത് കടിക്കാനും ഇതാക്കാനൊക്കെ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ അങ്ങനെ കണ്ടിരുന്നു, അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ കയ്യിലില്ല സംഭവം, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതില്ലാച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ സംഭവം നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ഇതിൽ തന്നെ നമുക്ക് പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതങ്ങനെ 3 കുറ്റി പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൽ ഞാൻ 2 കുറ്റി പുട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് 2 കുറ്റി പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ പിന്നെ പൊടിയായിട്ട് അധികം തോനെ നേരം ആവി കൊള്ളിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ തോനെ നേരം ഇങ്ങനെ വെറുതെ ആവി കൊള്ളിക്കാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മളെ ഗ്യാസ് വേസ്റ്റ് ആവുക എന്നല്ലാതെ, അല്ലാതെ പുട്ടിന് വേറെ ഒന്നും സംഭവിക്കൊന്നുമില്ല. 5 മിനിറ്റ് ആയാൽ തന്നെ പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചും കൂടി കാണിച്ചു തരാം. കാണിക്കല്ല, കഴിച്ചും കൂടി നോക്കാം. നമുക്കിത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നോക്കണമല്ലോ, ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അത് നമ്മൾ തൊട്ടാൽ തന്നെ ഇങ്ങനെ നല്ല പൂമാതിരി വിരിഞ്ഞ് വരുന്ന പുട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ട്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും നല്ലൊരു അട്രാക്ഷൻ ആട്ടോ. അത് കഴിക്കാനൊരു തോന്നലുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.